എല്ലാവർക്കും നമസ്കാരം. ഇറാൻ യുദ്ധം വളരെ അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിനെ അടക്കി വാഴുവാൻ വേണ്ടി ഇറാൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും അതിനുമേൽ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം നടത്തുന്ന പ്രതിരോധങ്ങളുമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിലെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ വിന്യസിക്കാൻ ഒരുങ്ങുന്നുവെന്ന ആശങ്കകൾക്കിടെ ചൊവ്വാഴ്ച, അതായത് മാർച്ച് 10 16 മൈൻ വിന്യാസ കപ്പലുകൾ തകർത്തതായാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈന്യം 10 നിഷ്ക്രിയ മൈൻ വിന്യാസ ബോട്ടുകളും കപ്പലുകളും പൂർണ്ണമായും തകർത്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇറാന്റെ പ്രവർത്തന പദ്ധതികളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മുൻകരുതൽ നടപടിയായിരുന്നു ഈ ആക്രമണമെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാനുള്ള ഇറാന്റെ നീക്കത്തെക്കുറിച്ചുള്ള സൂചനകളെ തുടർന്നായിരുന്നു ഈ നടപടി. ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യം നമുക്കറിയാം. ലോകത്തിന്റെ എണ്ണ ധമനി എന്നാണ് അറിയപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടുകൂടി അതിൽ രാഷ്ട്രങ്ങളുടെ എണ്ണക്കപ്പലുകളെ കടത്തിവിടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ലോകമെമ്പാടും പെട്രോളിനും എണ്ണയ്ക്കുമൊക്കെ വലിയ വിലക്കയറ്റമുണ്ടാവും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ അടുക്കളയിൽ പോലും നമുക്ക് കുക്കിംഗ് ഗ്യാസ് കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത്ര പ്രാധാന്യമുണ്ട് ഹോർമൂസ് കടലിടുക്കിന്. ആ ഹോർമൂസ് കടലിടുക്കിനെ ഒരു യുദ്ധത്തിന്റെ പേരിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അടക്കി വെക്കുന്നതിനെ അമേരിക്ക എതിർക്കുകയാണ്. അതായത് നാവിക മൈനുകളെ, അതായത് നേവൽ മൈൻസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഏതെങ്കിലും ഒരു എണ്ണക്കപ്പൽ കടത്തലിനെ ഇറാൻ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിനെയാണ് അമേരിക്ക ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. സമുദ്രത്തിനടിയിലോ ഉപരിതലത്തിലോ നിശ്ചിത സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന സ്വയം നിയന്ത്രിത സ്ഫോടക വസ്തുക്കളാണ് നാവിക മൈനുകൾ. യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, എണ്ണക്കപ്പലുകൾ എന്നിവയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രുരാജ്യത്തിന്റെ കപ്പലുകൾ ഒരു പ്രത്യേക കടൽ മാർഗത്തിലൂടെ വരുന്നത് തടയാനും തുറമുഖങ്ങളിലേക്കോ തന്ത്രപ്രധാനമായ കടലിടുക്കുകളിലേക്കോ ഉള്ള പ്രവേശനം നിഷേധിക്കാനും ഇവ ഉപയോഗിക്കുന്നുണ്ട്. കരയിൽ ഉപയോഗിക്കുന്ന ലാൻഡ് മൈനുകളെ പോലെ തന്നെ ഇവയും സ്പർശനത്തിലൂടെയോ മറ്റ് ബാഹ്യ പ്രേരണകളിലൂടെയാണ് പൊട്ടിത്തെറിക്കുന്നത്. പ്രവർത്തന രീതി അനുസരിച്ച് നാവിക മൈനുകളെ പ്രധാനമായും 3ആയാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തേത് കോൺടാക്ട് മൈനുകളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കപ്പലിന്റെ ഉടൽ ഈ മൈനിൽ നേരിട്ട് തട്ടുമ്പോൾ മാത്രമേ ഇത് പൊട്ടിത്തെറിക്കുകയുള്ളൂ. രണ്ടാമത്തേത് ഇൻഫ്ലുവൻസ് മൈനുകളാണ്. ഇവ കപ്പലുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരണമെന്നില്ല, പകരം കപ്പലുകൾ ഉണ്ടാക്കുന്ന കാന്തിക വ്യതിയാനങ്ങളോ എഞ്ചിന്റെ ശബ്ദമോ വെള്ളത്തിനടിയിലെ മർദ്ദ വ്യത്യാസമോ തിരിച്ചറിഞ്ഞിവ താനെ പൊട്ടിത്തെറിക്കും. മൂന്നാമത്തേത് കൺട്രോൾഡ് മൈനുകളാണ്. ഇവ കരയിലിരുന്ന് സൈനികർക്ക് റിമോട്ട് കൺട്രോൾ വഴി നിയന്ത്രിക്കാനും ആവശ്യമുള്ളപ്പോൾ മാത്രം പൊട്ടിത്തെറിപ്പിക്കാനും സാധിക്കും. എന്തായാലും നാവിക യുദ്ധമുറകളിൽ ഇവയെ കാത്തിരിക്കുന്ന ആയുധങ്ങൾ, വെപ്പൺസ് ദാറ്റ് വെയിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് കാരണം ഒരിക്കൽ കടലിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം വരെ ഇവ അവിടെ തന്നെ അപകടകാരികളായി തുടരുമെന്നതാണ്. വിമാനങ്ങൾക്കോ മിസൈലുകൾക്കോ നൽകേണ്ടി വരുന്ന അമിതമായ ചിലവില്ലാതെ തന്നെ ശത്രുവിന്റെ വലിയ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ നാവിക മൈനുകൾക്ക് സാധിക്കും. ഉദാഹരണത്തിന് വെറും $1500 വിലയുള്ള ഒരു മൈനിന് ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഒരു അത്യാധുനിക കപ്പലിനെ തകർക്കാനോ വലിയ നാശനഷ്ടങ്ങൾ വരുത്താനോ കഴിയും. കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച് രഹസ്യമായി വിന്യസിക്കാമെന്നതാണ് ഇവയെ അപകടകാരികളാക്കുന്നത്. 1988 ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് വെറും $1500 വിലയുള്ള ഒരു ഇറാനിയൻ മൈൻ തകർത്തത് $96 മില്യൺ വിലമതിക്കുന്ന ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനെയാണ്. കരയിലെ മൈനുകളെ അപേക്ഷിച്ച് കടലിലെ മൈനുകൾ നീക്കം ചെയ്യുന്നത് അതീവ ദുഷ്കരമാണ്. കരയിൽ ഇവ ഒരേ സ്ഥാനത്ത് തുടരുമ്പോൾ കടലിൽ ഇവ ഒഴുക്കിനനുസരിച്ച് അവരുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. ലോകത്തെ മൊത്തം എണ്ണയുടെ 20% കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇറാൻ മൈനുകൾ വിന്യസിച്ചാൽ അത് ആഗോള എണ്ണ വിതരണത്തെ സാരമായി ബാധിക്കും. 2000 മുതൽ 6000 വരെ മൈനുകൾ ഇറാന്റെ പക്കലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ ഈ പാതയിലൂടെയുള്ള ഗതാഗതം ഏതാണ്ട് നിലച്ചമട്ടാണ്. മുൻപ് പ്രതിദിനം ശരാശരി 153 കപ്പലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് മാർച്ച് 1 മുതൽ ഇത് വെറും 13ആയി കുറഞ്ഞിരിക്കുകയാണ്. അതിവേഗം തീപിടിക്കാൻ സാധ്യതയുള്ള എണ്ണയും വാതകവും വഹിച്ചുകൊണ്ടു പോകുന്ന വമ്പൻ കപ്പലുകൾ മൈനുകളിൽ തട്ടി സ്ഫോടനമുണ്ടായാൽ അത് വലിയ ജീവഹാനിക്കും സാമ്പത്തിക തകർച്ചയ്ക്കും പുറമെ കടുത്ത പരിസ്ഥിതി ആഘാതങ്ങൾക്കും കാരണമാകും. യുദ്ധം 12 ദിവസം പിന്നിടുകയാണ്. സമാധാനത്തിന് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. യുദ്ധത്തിൽ കരമാർഗമുള്ള ആക്രമണത്തെക്കുറിച്ച് വരെ ട്രംപ് ആലോചിക്കുന്ന വാർത്തകൾ വരുമ്പോഴാണ് ഹോർമൂസ് കടലിടുക്കിനെ ഒരു പ്രധാനപ്പെട്ട യുദ്ധ പോർമുഖമാക്കി എല്ലാ രാജ്യങ്ങളും മാറ്റുന്നത്. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളല്ലാത്ത, യുദ്ധത്തിനോട് വിമുഖതയുള്ള രാഷ്ട്രങ്ങളിലെ കപ്പലുകൾ വരെ പോകുന്ന ഒരിടത്ത് ഇറാന്റെ ഈ അധികാര തിട്ടൂരം അത് അനുവദിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അവർ മൈനുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഭീകരമായ നാശങ്ങളിലേക്കായിരിക്കും ലോകത്തെ കൊണ്ടുചെന്നെത്തിക്കുക.